ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനും ഏട്ടനും കൂടെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി മാലയിടാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നേരത്തെ 5 മണിക്ക് ഞാൻ എണീച്ചിട്ട് വീടെല്ലാം ഒന്ന് അടിച്ച് തുടച്ച് കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് റെഡിയായിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ടാവും അമ്പലത്തിലേക്ക്. അപ്പം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ വ്രതമെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മാല ഞങ്ങൾ തലേ ദിവസമാണ് ഇടുന്നത്. അപ്പോൾ നാളെ രാവിലെ വെളുപ്പാങ്കാലം 3 മണിക്കാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, കൂടെ കുറേ പേരുണ്ട്. നമുക്കറിയുന്ന തന്നെ ഒരു 24 പേരുണ്ട് നമ്മൾ കൂടാതെ. അപ്പോൾ ഒരു ബസ് ആൾക്കാരാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, അപ്പോൾ ഞാനും ഏട്ടനും കൂടെ ഇന്ന് മാല ഇടാമെന്ന് വിചാരിച്ചിട്ട് മാല പൂജിച്ച് അമ്പലത്തിൽ നിന്ന് ഇടാൻ വേണ്ടി പോവുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഒരു 6:30 മണിയായി, വെളിച്ചം ശരിക്കും വന്നിട്ടില്ല. അപ്പോൾ നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ രാവിലെ തന്നെ യാത്ര ചെയ്യുമ്പം. എന്താ രസം, പ്രകൃതി ഭംഗിയെല്ലാം നോക്കി എന്ത് രസമാണ് കാണാൻ. അപ്പോൾ നമ്മുടെ നാടെല്ലാം ഒന്ന് നിങ്ങൾ കാണണം കേട്ടോ. കണ്ട അടിപൊളിയല്ലേ. അങ്ങനെ ഞങ്ങളിതാ അമ്പലത്തിൻ്റെ റോഡിലേക്ക് കയറി കേട്ടോ. മെയിൻ റോഡിൽ നിന്ന് ചെറിയൊരു കട്ട് റോഡാണ്. കണ്ടോ, അമ്പലത്തിലേക്ക് എത്തി. വലിയ തിരക്കൊന്നുമില്ല, രാവിലെ ആൾക്കാരൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് കയറി പോകുമ്പോഴത്തേക്കും 2 അയ്യപ്പന്മാരിതാ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കുഞ്ഞമ്പലം കേട്ടോ. വേട്ടക്കൊരു മകൻ ക്ഷേത്രമാണിത്. കണ്ടോ അമ്പലം, നല്ല രസമുണ്ട് കാണാൻ. അരയാലിൻ്റെ ഒരു മരമെല്ലാം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. ഏട്ടൻ അങ്ങോട്ടേക്ക് വണ്ടി അങ്ങോട്ടേക്ക് പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. ഏട്ടനിതാ കയ്യിൽ കണ്ട കറുപ്പ് കൈ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ കുളിച്ചിട്ട് കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് വന്നത് കേട്ടോ. ഈ വേട്ടക്കുരുമകൻ ക്ഷേത്രം. അപ്പം ഞങ്ങൾ ശബരിമലയ്ക്ക് ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഏട്ടൻ ഇതിന് മുന്നേ 2 തവണ പോയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ്. അയ്യപ്പൻ വിളിച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ തോന്നുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടാവണം കൂടെ കേട്ടോ. സേഫായിട്ട് പോയിട്ട് വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം. അങ്ങനെ ഞങ്ങൾ മാലയിലിട്ടു. അകത്ത് കയറിയിട്ടാണ് കേട്ടോ മാല ഇട്ടത്. ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നാണ് മാല പൂജിച്ച് തന്നു. ഏട്ടനിട്ടു, ഏട്ടൻ എനിക്കും ഇട്ട് തന്നു. അങ്ങനെ കർപ്പൂരെല്ലാം കണ്ടു, പ്രസാദമെല്ലാം മേടിച്ച് പുറത്തേക്ക് വന്നു. കുറച്ച് വീഡിയോയും സെൽഫിയെല്ലാം എടുത്തു കേട്ടോ. കാരണം ആദ്യമായിട്ടല്ലേ പോകുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് മൈൻഡിൽ. അങ്ങനെ പ്രസാദമെല്ലാം വാങ്ങിയതിന് ശേഷം ഏട്ടന് ഞാനും കൂടെ അമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ നടക്കുകയെന്ന്. രാവിലെ തന്നെ കിളികൾ സൗണ്ടും ആ ഒരു എന്താ പറയണ്ട പ്രഭാതത്തിൻ്റെ ആ ഒരു ഭംഗി. സ്വാമി ശരണം, ഹാപ്പി ആയിട്ടോ. സ്വാമി ശരണം, അയ്യപ്പ ശരണം, സ്വാമി ശരണം. ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി വണ്ടി കയറി. എന്നിട്ട് എനിക്ക് അമ്പലത്തിൻ്റെ അടുത്തൊന്നും തിരിച്ച് വരാൻ തോന്നില്ല കേട്ടോ. വീണ്ടും ഞാൻ ഒന്നുകൂടെ വീഡിയോയിൽ എടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കി ശബരിമലയ്ക്ക് പോയി വന്നതിന് ശേഷം ബാക്കി എല്ലാ വിശേഷങ്ങളുമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബും ചെയ്യാൻ മടിക്കരുത് കേട്ടോ.
അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ, വന്ന വഴി തന്നെ തിരിച്ച്. ഓക്കെ, ബായ്.